शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिभिर्ध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् പണ്ടൊരിക്കൽ സത്യയുഗത്തിൽ നാരദമുനി ചിന്താവിഷ്ടനായിരുന്നു. നാരായണ നാരായണ, ഈ ഉലകത്തിലുള്ളവർ ഭഗവത് തത്വം അറിയാതെ വലയുന്നു. പ്രായമേറിയവരെ ഉപദേശിച്ചു, യുവാക്കളെ ഉപദേശിച്ചു, ഒടുവിൽ ബാലനായ ധ്രുവനെയും. ആരും ഭഗവത് തത്വം പൂർണ്ണമായി ഉൾക്കൊണ്ടില്ല. ഭൂമിയിൽ പിറന്ന് മായയുടെ വലയത്തിൽ പെടാത്ത ഒരു ജീവനോട് ആത്മതത്വം ഉപദേശിച്ചു നോക്കിയാലോ? ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നല്ലോ. അപ്പോൾ അതാ ദേവേന്ദ്രൻ ഹിരണ്യകശിപുവിന്റെ രാജ്യം കീഴടക്കി ആ അസുരന്റെ ഭാര്യയെയും തട്ടിക്കൊണ്ടുവരുന്നു. നാരായണ നാരായണ, ദേവരാജൻ സ്ത്രീയെ കൊല്ലുന്നത് മഹാപാപങ്ങളിൽ ഒന്നാണെന്ന് അങ്ങേക്ക് അറിഞ്ഞുകൂടെ? മഹാമുനെ, അങ്ങേക്ക് വന്ദനം. ഇവരെയല്ല, ഇവരുടെ വയറ്റിൽ വളരുന്ന ഹിരണ്യകശിപുവിന്റെ കുഞ്ഞിനെയാണ് ഞാൻ കൊല്ലാൻ പോകുന്നത്. ആ അസുരനോ മഹാശല്യം. അപ്പോൾ അവന്റെ ബീജത്തിൽ പിറക്കാൻ പോകുന്ന ഈ കുഞ്ഞ് അതിലേറെ ശല്യമായേക്കാം. നാരായണ നാരായണ, അരുത്. നിരപരാധിയായ ആ കുഞ്ഞിനെ കൊല്ലുന്നതും കൊടും പാപം തന്നെ. മാത്രമല്ല, പരമഭാഗവതനായ ഒരാത്മാവാണ് കയാതുവിന്റെ ഉദരത്തിൽ വളരുന്നത്. ആ കുഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ ഹരിഭക്തനാകും. കയാതുവിനോട് മാപ്പ് പറഞ്ഞ് നമസ്കരിച്ച ദേവേന്ദ്രൻ അവരെ നാരദമുനിയെ ഏൽപ്പിച്ചു മടങ്ങി. നാരായണ നാരായണ, മകളെ, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. നീ എന്റെ ആശ്രമത്തിൽ സുരക്ഷിതയാണ്. നിന്റെ ഭർത്താവ് തപസ്സനുഷ്ഠിച്ചു കഴിയും വരെ നിനക്ക് ഇവിടെ നിൽക്കാം. കയാതു നാരദാശ്രമത്തിന്റെ ഈശ്വരോന്മുഖമായ അന്തരീക്ഷത്തിൽ സന്തുഷ്ടയായി കഴിഞ്ഞു. ഭഗവാന്റെ കഥകളും കീർത്തനങ്ങളും എല്ലാം കേട്ട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ചിലപ്പോൾ നാരദമുനിയുടെ ഉപദേശം കേട്ട് കയാതു ഉറങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ വയറ്റിൽ വളരുന്ന കുഞ്ഞ് മുനിയുടെ ഓരോ വാക്കും കേട്ട് ഭഗവത് തത്വമെല്ലാം പൂർണ്ണമായി ഗ്രഹിച്ചു. അതേസമയം
തന്റെ സഹോദരനെ വധിച്ചത് വിഷ്ണുവാണെന്ന് മനസ്സിലാക്കിയ ഹിരണ്യകശിപു ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ ത്രികൂടത്തിൽ കഠിന തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. ഒടുവിൽ നിവൃത്തിയില്ലാതെയായ ബ്രഹ്മാവ് പ്രത്യക്ഷനായി. ഉണരൂ വത്സ, നിന്റെ തപസ്സിൽ സംപ്രീതനായ ഞാൻ നിനക്ക് എന്തു വരമാണ് നൽകേണ്ടത്? ബ്രഹ്മദേവ, എന്റെ മരണം രാത്രിയോ പകലോ ആകരുത്, വീടിനകത്തോ പുറത്തോ ആകരുത്, ആകാശത്തോ ഭൂമിയിലോ കടലിലോ ആകരുത്, ആയുധങ്ങൾ കൊണ്ടോ വെറും കൈ കൊണ്ടോ ആകരുത്. അന്തകൻ ദേവനോ മനുഷ്യനോ പക്ഷിമൃഗാദികളോ ആകരുത്. അങ്ങ് സൃഷ്ടിച്ച ഒന്നിനാലും എനിക്ക് മരണം സംഭവിക്കരുത്. ആ വരമാണ് ചോദിക്കുന്നത്. തഥാസ്തു. വരം സായത്തമായപ്പോൾ തന്നെ ആർക്കും കൊല്ലാൻ കഴിയില്ല എന്ന അഹംഭാവത്താൽ അയാൾ ദേവലോകം ആക്രമിച്ചു കീഴടക്കി. ഹരി എന്ന നാമം പോലും ഇനി ആരും ഉച്ചരിക്കരുത്. ആരും ഹരിയെ പൂജിക്കരുത്. എന്നെ മാത്രം ഭജിച്ചാൽ മതി. ഈ നിയമം ലംഘിച്ച നിരവധി പേർ വധശിക്ഷയ്ക്ക് വിധേയരായി. ഇതിനിടയിൽ നാരദാശ്രമത്തിൽ വച്ചു തന്നെ കയാതു ഒരു പുത്രന് ജന്മം നൽകി. പ്രഹ്ലാദൻ. ജനിച്ചപ്പോഴേ ചിരിച്ചുകൊണ്ട് വന്ന കുട്ടി. എപ്പോഴും പ്രസന്നവാനായ ആ കുഞ്ഞ് ഭക്തിയും വിനയവും ഒക്കെ തികഞ്ഞ ഒരു ബാലനായി വളർന്നു. മാതൃഗർഭത്തിൽ ഇരിക്കെ തന്നെ പ്രഹ്ലാദൻ ഭാഗവത ധർമ്മം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. എന്നാലോ കുട്ടിയിൽ കാണുന്ന സദ്ഗുണങ്ങളൊന്നും അസുര രാജാവിന് ഇഷ്ടപ്പെട്ടവയായിരുന്നില്ല. ഹിരണ്യകശിപു ആസുരിക വിദ്യകൾ പഠിപ്പിക്കാനായി പ്രഹ്ലാദനെ അസുരഗുരുവായ ശുക്രാചാര്യരുടെ മക്കളായ ഷണ്ഡനെയും അമർക്കനെയും ഏൽപ്പിച്ചു. അവിടെ തന്റെ പേര് ചൊല്ലി പ്രാർത്ഥിക്കാൻ ഉത്തരവ് നൽകി. ഹിരണ്യകശിപുവേ നമ. ഓം നമോ നാരായണായ. ഹിരണ്യകശിപുവേ നമ. ഓം നമോ നാരായണായ. കുഞ്ഞേ, ഹിരണ്യകശിപുവേ നമ എന്ന് ജപിക്കൂ. ഓം നമോ നാരായണായ. അങ്ങനെയല്ല, ഹിരണ്യകശിപുവേ നമ. ഓം നമോ നാരായണായ. ഗുരുക്കന്മാർ എത്ര ശ്രമിച്ചിട്ടും പ്രഹ്ലാദൻ അവരെ എതിർത്തു. ഹരിയെക്കാളും വലുതായി ആരുമില്ല. സർവ്വതും നാരായണനെ ആശ്രയിച്ചിരിക്കുന്നു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണ. ഒടുവിൽ തോൽവി സമ്മതിച്ച ഗുരുക്കന്മാർ പ്രഹ്ലാദനെ തിരിച്ചു ഹിരണ്യകശിപുവിനെ തന്നെ ഏൽപ്പിച്ചു. മകൻ തന്നെ നിന്ദിക്കുകയും ഹരിയെ സേവിക്കുകയും ചെയ്യുന്നതിൽ അത്യധികം കുപിതനായ ഹിരണ്യകശിപു ആ കോപമടക്കി മകനെ ചേർത്ത് പിടിച്ചു ചോദിച്ചു. നീ എന്താണ് ഉണ്ണി എന്നെ ഉപാസിക്കാത്തത്? പരബ്രഹ്മസ്വരൂപമായ നാരായണയാണ് എല്ലാവരും ഉപാസിക്കേണ്ടത്. പ്രഹ്ലാദ, നീ എന്നെ ഉപാസിച്ചാൽ മതി. ഇല്ലാച്ച, ഹരിയാണ് എന്റെ ഈശ്വരൻ. നിന്റെ ഹരി എവിടെ? ഹരി എല്ലായിടത്തുമുണ്ട്. തൂണിലും തുരുമ്പിലും ഒക്കെ
ഹരിയുണ്ട്. ഇതു കേട്ടപാടെ കോപാക്രാന്തനായ ഹിരണ്യകശിപു തന്റെ ഗദ കൊണ്ട് അടുത്തു കണ്ട ഒരു തൂൺ അടിച്ചു തകർത്തു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. നരസിംഹരൂപായ നമോ നമഃ. ഓം ഉഗ്രസിംഹരൂപായ നമോ നമഃ. ഓം രണസിംഹരൂപായ നമോ നമഃ. ഓം കാലസിംഹരൂപായ നമോ നമഃ. ഓം രൗദ്രസിംഹരൂപായ നമോ നമഃ. മൃഗമല്ല നരസിംഹരൂപം, രാവല്ല പകലല്ല നിറസന്ധ്യ നേരം, അകമല്ല പുറമല്ല ഉമ്മലപ്പടി, പിന്നല്ല മണ്ണല്ല
ഭക്തസിംഹരൂപായ നമോ നമ. ഓം ഭക്തബാലപ്രിയസിംഹരൂപായ നമോ നമ. ഓം പ്രഹ്ലാദരക്ഷസിംഹരൂപായ നമോ നമ.